പ്രധാന വകുപ്പുകൾ KSRTC, സിവിൽ സപ്ലൈസ്, ആരോഗ്യം, വിദ്യാഭ്യാസം ഇവയാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ അടുത്ത് നിൽക്കുന്ന വകുപ്പുകളുടെ നടപടിക്രമങ്ങൾ സുതാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇതിനകത്തുള്ള എല്ലാ ക്രമക്കേടുകളെയും കണ്ടെത്തി റെക്ടിഫൈ ചെയ്യുക, കണക്ക് വളരെ കൃത്യമാക്കുക, അതിസൂക്ഷ്മമായ നിലയിൽ കണക്ക്, നിസ്സാര പൈസകൾ പോലും സൂക്ഷിക്കുന്ന തരത്തിലുള്ള മാറാൻ കഴിഞ്ഞാൽ അതെല്ലാം ഒരു സോഫ്റ്റ്വെയറിലൂടെ മാറാൻ പറ്റും. മനുഷ്യനെ കൊണ്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്യിക്കാൻ സാധ്യമാണ്. പക്ഷെ കണക്കുകളിൽ ഓരോ ദിവസവും കൃത്യമായ കണക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ ജീവനക്കാരെ സംബന്ധിച്ച് അവർക്കൊരു സംതൃപ്തി ഉണ്ടാവും. കാരണം അവർ കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ടിരുന്ന പണം ഒരു തരത്തിലും ദൂർത്തടിക്കപ്പെടുന്നില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ സഹകരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഈ അക്ഷീണ പ്രയത്നം നടത്തുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ KSRTC-യിലുണ്ട്. പക്ഷേ അതേസമയം മടിയന്മാരായ നിരവധി ഉദ്യോഗസ്ഥരുമുണ്ട്. അത് വലിയ ഭാരമല്ലേ? ആണ്. എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട്. ഒരു 90% ആത്മാർത്ഥതയുള്ളവരും 10% കുഴപ്പമുള്ളവരും. നമ്മൾ ഈ ഒരു ശുദ്ധജലത്തിൽ ഒരു ശകലം അഴുക്ക് വെള്ളം കോരി ഒഴിച്ചാൽ മതിയല്ലോ, എല്ലാം കൂടെ ചീത്തയാവും. അതാണ് ഇപ്പോൾ KSRTC പറ്റിയത്. നമസ്കാരം. രണ്ടാം പിണറായി വിജയൻ സർക്കാർ 2.5 വർഷം പിന്നിടുമ്പോൾ മുന്നണി മര്യാദ പ്രകാരം KB ഗണേഷ് കുമാർ, കേരള കോൺഗ്രസ് ബിയുടെ ഏക MLA ആയ KB ഗണേഷ് കുമാർ മന്ത്രിപദത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന KB ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. എനിക്ക് മുൻപ് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആന്റണി രാജു ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പരിഷ്കാരങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു കാരണവശാലും ഞാൻ വേണ്ടാന്ന് വയ്ക്കില്ല. ഈ വകുപ്പിനെ ഏതു വിധേനയും ഇതിന്റെ ബാല അരിഷ്ടതകൾ മാറ്റി നല്ല രീതിയിൽ ഓടിക്കുവാൻ തന്നെയാണ് തീരുമാനം. ആദ്യം അതിന് ചെയ്യാൻ പോകുന്നത് കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് അതാത് ദിവസത്തെ വരവ് ചിലവ് കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുക. അത് കൃത്യമായി തന്നെ കമ്പ്യൂട്ടറൈസേഷനിലൂടെ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് KB ഗണേഷ് കുമാർ വ്യക്തമാക്കിയത്. സ്പെയർ പാർട്സ് വാങ്ങുന്നതിലാവട്ടെ അല്ലെങ്കിൽ ഇന്ധനം അടിക്കുന്നതിലാവട്ടെ ഏത് വകുപ്പിലായാലും ഒരു കാരണവശാലും KSRTC-യിൽ നിന്ന് ഇനി അഴിമതിയിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാം എന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല, നടക്കുന്നതല്ല. അതിനെല്ലാം എൻ്റെ കയ്യിൽ കൃത്യമായ രീതിയിൽ പ്ലാനുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ KB ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നത്. KSRTC-യെ കേരളത്തിലെ അഥവാ ഇന്ത്യയിലെ തന്നെ നല്ല ഒരു പൊതുഗതാഗത വകുപ്പാക്കി മാറ്റാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്നാണ് KB ഗണേഷ് കുമാർ വ്യക്തമാക്കിയത്. മുൻപും ഗതാഗത വകുപ്പ് നയിച്ചപ്പോൾ ഇത്തരത്തിലുള്ള പല പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് KB ഗണേഷ് കുമാർ എടുത്തു പറഞ്ഞത്. ഇക്കുറിയും മന്ത്രിയായി എത്തുമ്പോൾ തീർച്ചയായും ഭരണപരിഷ്കാരങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. 2.5 വർഷം മാത്രമാണ് ഭരണത്തിൽ അവശേഷിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിന്റെ മാറ്റങ്ങൾ വകുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് KB ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നത്. മനസ്സിൽ ചില പദ്ധതികൾ പ്ലാൻ ചെയ്തു വച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ട് വേണം അത്തരം കാര്യങ്ങൾ നിലവിൽ വരുത്തുവാൻ എന്ന് തന്നെയാണ് KB ഗണേഷ് കുമാർ പറയുന്നത്. എന്തായാലും മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം 2.5 വർഷം കഴിഞ്ഞു, 2 മാസം കൂടി പിന്നിടുകയാണ്. 2.5 വർഷം കഴിയുമ്പോഴാണ് അധികാര കൈമാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ നവകേരള സദസ്സ് നടക്കുന്നതിനാൽ നവകേരള സദസ്സ് കഴിഞ്ഞിട്ടും മതി KB ഗണേഷ് കുമാറിന്റെയും കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും സത്യപ്രതിജ്ഞ എന്ന് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് KB ഗണേഷ് കുമാറിന്റെയും കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും മന്ത്രി സ്ഥാനാരോഹണം നാളിതുവരെയും നീണ്ടുപോയത്. എന്തു തന്നെയായാലും മന്ത്രിയായി ചുമതലയേൽക്കുന്ന KB ഗണേഷ് കുമാർ ഇപ്പോൾ പറയുന്നത് ഒരു ശുദ്ധജല തടാകത്തിലേക്ക് അല്പം അഴുക്കുവെള്ളം കലർന്നു കഴിഞ്ഞാൽ ആ തടാകത്തിലുള്ള മുഴുവൻ ജലവും മലിനമായി പോകും. ഇതുപോലെ തന്നെയാണ് KSRTC-യിലെയും അല്ലെങ്കിൽ മറ്റ് ഇതര വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥന്മാരുടെയും അവസ്ഥ അത് തന്നെയാണ് എന്നാണ് KB ഗണേഷ് കുമാർ സാക്ഷ്യം ചെയ്യുന്നത്. 90% ഉദ്യോഗസ്ഥരും എല്ലാ വകുപ്പിലും നല്ല ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. എന്നാൽ 10% ഉദ്യോഗസ്ഥർ എല്ലായിടത്തും അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയാണ് പല വകുപ്പുകൾക്കും പഴി കേൾക്കേണ്ടതായി വരുന്നത് എന്ന് KB ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. സിനിമാ രംഗത്ത് പ്രവർത്തന പരിചയമുള്ള ഒരാൾ എന്ന രീതിയിൽ തന്നെയാണ് സിനിമാ വകുപ്പ് കൂടി ആവശ്യപ്പെട്ടത്. എന്തായാലും ആ വകുപ്പിലും സിനിമാ രംഗത്തും കാര്യമായ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും എന്ന് തന്നെയാണ് KB ഗണേഷ് കുമാർ വ്യക്തമാക്കിയത്. തിയേറ്റർ കോംപ്ലക്സുകൾ സ്ഥാപിക്കുന്നതിലുൾപ്പെടെ
ഭരണപരമായ പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ വ്യവസായം, അതായത് സിനിമാ വ്യവസായം വേണ്ടത്ര രീതിയിൽ പുരോഗമന അവസ്ഥയിലേക്ക് എത്തുന്നത് തന്നെയാണ് എന്നാണ് കെ.ബി. ഗണേഷ് കുമാർ വ്യക്തമാക്കിയത്. സാമ്പത്തികമായി നല്ല വരുമാനം നേടാവുന്ന ഒരു മേഖല തന്നെയാണ് സിനിമ. സിനിമാ രംഗത്തും അടിമുടി മാറ്റങ്ങൾ ആവശ്യം തന്നെയാണ്. താൻ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിൽ സിനിമയുടെ എല്ലാ വശങ്ങളെയും കുറിച്ചും ഒരുമാതിരി തനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഈ ധാരണകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സിനിമാ മേഖലയ്ക്ക് വേണ്ടി എന്തെങ്കിലും കൂടുതൽ തനിക്ക് ചെയ്യാനാവും എന്നതിന്റെ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയോട് സിനിമാ വകുപ്പ് കൂടി ആവശ്യപ്പെട്ടത് എന്നാണ് കെ.ബി. ഗണേഷ് കുമാർ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും കെ.ബി. ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുമ്പ് മാധ്യമങ്ങൾക്ക് നൽകിയ ഈ അഭിമുഖം നമുക്കൊന്ന് കാണാം. കാരണം KSRTC ജനങ്ങളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഗവൺമെന്റിന്റെ മുഖമാണ്. കാരണം ജനങ്ങളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രധാന വകുപ്പുകൾ KSRTC, സിവിൽ സപ്ലൈസ്, ആരോഗ്യം, വിദ്യാഭ്യാസം, ഇവയാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ അടുത്ത് നിൽക്കുന്ന വകുപ്പുകളുടെ നടപടിക്രമങ്ങൾ സുതാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇതിനകത്തുള്ള എല്ലാ ക്രമക്കേടുകളെയും കണ്ടെത്തി റെക്ടിഫൈ ചെയ്യുക, കണക്ക് വളരെ കൃത്യമാക്കുക, അതിസൂക്ഷ്മമായ നിലയിൽ കണക്ക്, നിസ്സാര പൈസകൾ പോലും സൂക്ഷിക്കുന്ന തരത്തിലുള്ള മാറാൻ കഴിഞ്ഞാൽ അതെല്ലാം ഒരു സോഫ്റ്റ്വെയറിലൂടെ മാറാൻ പറ്റും. മനുഷ്യനെ കൊണ്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്യിക്കുക അസാധ്യമാണ്. പക്ഷെ കണക്കുകളിൽ ഓരോ ദിവസവും കൃത്യമായ കണക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ ജീവനക്കാരെ സംബന്ധിച്ച് അവർക്കൊരു സംതൃപ്തി ഉണ്ടാവും. കാരണം അവർ കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ടിരുന്ന പണം ഒരു തരത്തിലും ദൂർത്തടിക്കപ്പെടുന്നില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ സഹകരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഈ അക്ഷീണ പ്രയത്നം നടത്തുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ KSRTC-ലുണ്ട്. പക്ഷേ അതേസമയം മടിയന്മാരായ നിരവധി ഉദ്യോഗസ്ഥരുമുണ്ട്. അത് വലിയ ഭാരമല്ലേ? ആണ്. ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട്. ഒരു 90% ആത്മാർത്ഥതയുള്ളവരും 10% കുഴപ്പമുള്ളവരും. നമ്മൾ ഈ ഒരു ശുദ്ധജലത്തിൽ ഒരു ശകലം അഴുക്ക് വെള്ളം കോരി ഒഴിച്ചാൽ മതിയല്ലോ, എല്ലാം കൂടെ ചീത്തയാകും. അതാണ് ഇപ്പോൾ KSRTC പറ്റിയത്. പിന്നെ മോഷണം, സാമ്പത്തിക അപകരണം, ഇതൊന്നും അനുവദിക്കത്തില്ല. ഒരു തരത്തിലും ആരും തന്നെ ഇതിൽ നിന്നൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്ന് സ്വപ്നം കാണുക പോലും വേണ്ട. അത്ര എനിക്ക് ചെയ്യാൻ പറ്റും, വേറെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ സ്പെയർ പാർട്സിന്റെ കാര്യത്തിലായാലും പർച്ചേസിന്റെ കാര്യത്തിലായാലും വളരെ നല്ല ഉദ്യോഗസ്ഥന്മാരാണ്. MD ഒക്കെ വളരെ കൃത്യതയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ അവരെ ഒരു ബലം പകരുക എന്നുള്ളൊരു മന്ത്രിയുടെ ജോലി യാതൊരു തരത്തിലും എല്ലാ ഓട്ടകളും അടയ്ക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അത് വേറെ ആരും നടപടിയും ഉപദ്രവിക്കലും ഒന്നുമല്ല, ചോരാനുള്ള എല്ലാ വഴികളും നമ്മൾ അടയ്ക്കും. ഈ കഴിഞ്ഞ കാലങ്ങളിലെ ഏറ്റവും കൂടുതൽ കണ്ടത് ഈ ഏതെങ്കിലും നടപടിയിലേക്ക് ഒരു വലിയ നിയന്ത്രണത്തിലേക്ക് മുമ്പ് തൊഴിലാളി സംഘടനകൾ അതിന്റെ പ്രതിഷേധത്തിലേക്ക് എത്തുന്നു, സമരങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇല്ല, അതൊക്കെ മാറി. ആ ഒരു അന്തരീക്ഷത്തിൽ ഇനി സമരങ്ങൾ ചെയ്താൽ ഇതിന് പാടേ നശിച്ചു പോത്തേ ഉള്ളൂ. സഹകരിച്ചാൽ ചിലപ്പോൾ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞേക്കും. സഹകരിക്കുന്നതിന് പകരം വാശിയോടെ സമരം ചെയ്യുകയും സർക്കാരിനെ മോശപ്പെടുത്താൻ വേണ്ടി സമരം ചെയ്യുകയും ചെയ്താൽ, അങ്ങനെ രാഷ്ട്രീയ ലാഭത്തോടുകൂടി സമരം ചെയ്താൽ അനുഭവിക്കാൻ പോകുന്നത് തൊഴിലാളികളായിരിക്കും. ഒരിക്കലും അല്ലാതെ വേറെ ആരും അനുഭവിക്കില്ല. യാത്രക്കാരനെ സംബന്ധിച്ച് എന്താ, ഇതില്ലെങ്കിൽ മറ്റൊരു സിസ്റ്റം കടന്നു വരും. ആ സിസ്റ്റത്തെ യാത്രക്കാരെ ആശ്രയിക്കും. നമ്മളെ ജനങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും വണ്ടി കിട്ടിയാൽ അത് ഇന്ന വണ്ടി കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ അതിന് അവസരം ഉണ്ടാക്കരുത്. പ്രൈവറ്റ് ബസ്സുകാരും കോൺട്രാക്റ്റുകാരൊക്കെ ഈ നിലവിലുള്ള പ്രൈവറ്റ് ബസ്സുകാരെ തന്നെ തകർക്കാനൊരു കൂടാനാണ് നടക്കുന്നത്. അത് നിങ്ങൾക്ക് പിന്നീട് ഞാനത് വ്യക്തമാക്കി തരും എങ്ങനെയാണ് എന്റെ പരിപാടി എന്ന്. കാരണം വെച്ചാൽ 2.5 വർഷത്തെ ഭരണത്തിന്റെ തുടർച്ചയാണല്ലോ. കഴിഞ്ഞ മന്ത്രി ആന്റണി രാജു KSRTC നന്നാക്കാൻ പരമാവധി ശ്രമിച്ചു എന്നൊരു അഭിപ്രായമുണ്ടോ? പിന്നെ അദ്ദേഹം ചെയ്ത ഒരു പരിഷ്കാരങ്ങളെ ഞാൻ വെട്ടിക്കുറയ്ക്കുകയൊന്നും ചെയ്യില്ല. അങ്ങനെ നമ്മൾ ഒരു ഭരണം എന്ന് പറയുന്നത്, ഒരു മന്ത്രിസഭ എന്ന് പറയുന്നത് പോലും ഒരു തുടർച്ചയാണ്.